കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 5-ാം സർഗം ശ്ലോകം 8 വരെ നമ്മൾ ചെയ്തു അല്ലേ? അതെ, അതായത് ശത്രുബാധയില്ലാത്ത പറയാണ് സീതയെ പിരിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എങ്ങനെ എന്നെ പിരിഞ്ഞിരിക്കണം? എനിക്ക് നീ സീതയെ പിരിഞ്ഞിരിക്കുമ്പോൾ ചന്ദ്ര നിലാവ് പോലും സൂര്യാതാപം പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ 8-ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞു വെച്ചാൽ, ഈ ശത്രുബാധയില്ലാത്ത ഈ രാജ്യം ഞാൻ തിരിച്ചു കൊടുത്തു. ഭാര്യയെ കൊന്നിട്ട് സുഗ്രീവൻ തിരിച്ചു കൊടുത്തപ്പോൾ ഇപ്പം അവൻ എനിക്ക് ഇങ്ങോട്ട് ചെയ്യാനുള്ള എന്നോട് സീതയെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ പ്രതിജ്ഞയൊക്കെ മറന്ന് ഏകാന്തത്തിൽ പോയി സ്ത്രീകളോട് ചേർന്ന് മദ്യപാനവും ചെയ്ത് വിഷയാസക്തനായിട്ട് അതിൽ മാത്രം തൽപരനായിട്ട് എന്നോട് ചെയ്ത പ്രതിജ്ഞയൊക്കെ മറന്നിട്ട് ഉപകാരസ്മരണ ഇല്ലാത്ത ഒരു മിത്രാണ് ഈ സുഗ്രീവൻ. എനിക്കിപ്പോൾ വളരെ വ്യക്തമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ഇനി 9. നായാദിശരദം പശ്യന്നപി മാർഗയിതും പ്രിയാം പൂർവോപകാരിണം ദുഷ്ടഃ കൃതഘ്നോ വിസ്മൃതോ ഹിമാം. ശരദം പശ്യൻ അപി. ഇപ്പോൾ വർഷക്കാലം കഴിഞ്ഞ് ശരൽക്കാലമായിട്ടും അവന് മനസ്സിലാവുമല്ലോ, വർഷക്കാലം കഴിഞ്ഞു ശരൽക്കാലമായി എന്നിപ്പോൾ കണ്ടറിയാലോ. പ്രിയാം മാർഗയിതും, അതായത് എൻ്റെ പ്രിയയായിട്ടുള്ള സീതയെ തെരയുവാനായിട്ട് ഇന്ന് ആയാതി അവൻ വരുന്നില്ലല്ലോ. വർഷക്കാലം കഴിഞ്ഞു ശരൽക്കാലമായി. വർഷക്കാലം കഴിയണ വരെ നീ അവിടെ പോയി സുഖിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. വർഷക്കാലമൊക്കെ കഴിഞ്ഞു, ഇനിയും സീതയെ തരയാം എന്നാ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവൻ വരുന്നില്ലല്ലോ. ദുഷ്ടഃ കൃതഘ്നഃ, ദുഷ്ടനും കൃതഘ്നനുമായിട്ടുള്ള അവൻ, ഉപകാരസ്മരണയില്ലാത്തതുമായ അവൻ. പൂർവോപകാരിണം മാം, മുമ്പ് ഞാൻ ഉപകാരം ചെയ്ത എന്നെ വിസ്മൃതഹി, വിസ്മരിച്ചു, നിശ്ചയം എന്നെ മറന്നു, എന്നോട് ചെയ്ത പ്രതിജ്ഞയെ മറന്നു. അതായത് എത്ര കൃതജ്ഞത എത്ര പാപ. അതാണ് നമുക്ക് ഉപകാരം ചെയ്തവരെ ഒരിക്കലും മറക്കരുത് പറയൂലോ. വർഷക്കാലം കഴിഞ്ഞു, ഇപ്പോൾ ശരൽക്കാലമായി, അതൊക്കെ അറിയാലോ സുഗ്രീവന്. എന്നിട്ടും എൻ്റെ പ്രിയതമയെ അന്വേഷിക്കാനായിട്ട് അവൻ വന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊന്ന് മനസ്സിലായി, സുഗ്രീവൻ ദുഷ്ടനും കൃതജ്ഞനും ഉപകാരസ്മരണ ഇല്ലാത്തവനുമാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി എന്ന് പറയുകയാണ്. എന്നെ മറന്നു അവന്. നായാദി ശരദം പശ്യന്നഭിമാർഗ ഇതും പ്രിയാം പൂർവോപകാരിണം ദുഷ്ടഃ കൃതഘ്നോ വിസ്മൃതോ ഹിമാം. 10. ഹന്മി സുഗ്രീവമപ്യേവം സപുരം സഹബാന്ധവം ബാലീ യഥാ ഹതോമേദ്യ സുഗ്രീവോപി തഥാ ഭവേദ്. സുഗ്രീവം അഭി, സുഗ്രീവനെയും സപുരം സഹബാന്ധവം, ആ സുഗ്രീവൻ താമസിക്കണ ആ കിഷ്കിന്ധ പുരത്തിനെയും ബന്ധുക്കളെയും ഏവം ഹന്മി, ഞാൻ ബാലി കൊന്ന പോലെ തന്നെ സുഗ്രീവനെയും സുഗ്രീവൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ ഇപ്പോൾ കൊല്ലും. ബാലിമേ യഥാഹത, എങ്ങനെ ഞാൻ ബാലിയെ കൊന്നത് അതുപോലെ സുഗ്രീവ അഭി, സുഗ്രീവനും തഥാ ഭവേത്, അപ്രകാരം ഭവിക്കും. ദേഷ്യം വന്നു ശ്രീരാമനെ. അതായത് ഉപകാരസ്മരണ ഇല്ലാതെ ഇത്ര കൃതജ്ഞതയല്ലേ. സീതയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക? അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്കിപ്പോൾ. സുഗ്രീവനെയും ഞാൻ ഹനിക്കും. ബാലിയെ ഞാൻ കൊന്നില്ലേ നിഷ്പ്രയാസം, അതുപോലെ ഞാൻ സുഗ്രീവനെയും ഹനിക്കും എന്ന് പറഞ്ഞു. ഹന്മി സുഗ്രീവമപ്യേവം സ്വപുരം സഹബാന്ധവം ബാലി യഥാഹേതോമേദ്യ സുഗ്രീവോപി തഥാ ഭവേദ്. ഈ 11, 12, 13. 13ൻ്റെ ഒരു വരി. ഇതിരുഷ്ടം സമാലോക്യ രാഘവം ലക്ഷ്മണോബ്രവീദ് ഇദാനീമേവ ഗത്വാഹം സുഗ്രീവം ദുഷ്ടമാനസം മാമാജ്ഞാപയ ഹത്വാ തമായാസ്യേ രാമ തേന്തികം ഇത്യുക്ത്വാ ധനുരാധായ ഖൽഗം തൂണീരമേവ ച.
അഭ്യുദ്യതം വീക്ഷ്യ രാമോ ലക്ഷ്മണമബ്രവീത്. ഇത് കേട്ടപ്പോൾ വേഗം ദേഷ്യം വരും ലക്ഷ്മണനെ. ലക്ഷ്മണൻ അനന്തൻ്റെ അവതാരമാണ്, അപ്പോൾ വേഗം ദേഷ്യം വരും. ഇത് ഈ രുഷ്ടം രാഘവം സമാലോക്യ. ഇപ്രകാരം ദേഷ്യം വന്ന രാഘവനെ നോക്കിയിട്ട് ലക്ഷ്മണ അബ്രവീത്, ലക്ഷ്മണൻ പറഞ്ഞു, മാം ആജ്ഞാപയ, എന്നോട് പറയൂ, എനിക്കൊരു കൽപ്പന തന്നാൽ മതി. ഇതാനീം ഏവ അഹം ഗത്വ, ഇപ്പം തന്നെ ഞാൻ പോയിട്ട് ദുഷ്ടമാനസം സുഗ്രീവം ഹത്വ, ആ ദുഷ്ടനായിട്ടുള്ള സുഗ്രീവനെ കൊന്ന് തേ അന്തികമായാസി, അങ്ങയുടെ അടുത്തേക്ക് വേഗം മടങ്ങി വരാം. ഇതി ഉക്ത്വ, അതും പറഞ്ഞ് ധനു ഖൽഗം തൂണീരം ഏവാച്ച, പിന്നെ വില്ലും വാളും അമ്പും ഒക്കെ എടുത്ത് ഗന്ധും അഭ്യുദ്യതം ലക്ഷ്മണം വീക്ഷ്യ, പോവാൻ റെഡിയായിട്ടുള്ള ലക്ഷ്മണനെ കണ്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു. എന്താ അറിയോ, രാമന് ദേഷ്യം വന്നു എന്നാണ് കണ്ടപ്പോൾ അതിലേറെ ദേഷ്യം വന്നു. ആർക്ക്? രാമൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ കൊല്ലുന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരു ആക്ഷനൊന്നും തുടങ്ങിയില്ലല്ലോ. പക്ഷേ രാമൻ്റെ കോപം കണ്ടപ്പോൾ ലക്ഷ്മണൻ അതിലേറെ കോപമായിട്ട് പറഞ്ഞു, രാമ എനിക്ക് ഒരു ഓർഡർ തരൂ, രാമൻ്റെ കൽപ്പന ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ട് എന്നോട് കൽപ്പിക്കൂ, പോയി കൊന്നുവരൂന്ന്. ഞാൻ ഈ നിമിഷം തന്നെ ചെന്ന് ആ ദുഷ്ടനായിട്ടുള്ള സുഗ്രീവനെ വധിച്ച് ഇപ്പം തന്നെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് മടങ്ങി വരാം. അതും പറഞ്ഞ് വില്ലും വാളും ആവനാഴിയും അമ്പ് നിറച്ച ആവനാഴിയും ഒക്കെ എടുത്തിട്ട് ലക്ഷ്മണൻ പോവാനങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ ആ ലക്ഷ്മണനെ നോക്കിയിട്ട് ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീരാമൻ നല്ല ക്ഷമയൊക്കെ ഉണ്ട്, ദേഷ്യമൊക്കെ വന്നിട്ടു, എന്നാലും മറ്റത് ക്ഷിപ്രകോപിയാണ് കേട്ടോ. പക്ഷേ ശ്രീരാമൻ പറയാതെ ചെയ്യാൻ വയ്യാച്ചിട്ട് പോവാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം പറയാതെ തന്നെ ഓടിപ്പോയി കൊന്നേനെ. ഇതിരുഷ്ടം സമാലോക്യ രാഘവം ലക്ഷ്മണോ ബ്രവീത് ഇതാനീമേവ ഗത്വാഹം സുഗ്രീവം ദുഷ്ടമാനസം മമ ആജ്ഞാപയ ഹത്വ തമായാസ്യേ രാമ തേന്തികം. ഞാൻ വേഗം കൊന്ന അങ്ങനെ അടുത്തേക്ക് തന്നെ വരാമെന്ന്. ഇത്യുക്ത്വ ധനുരാധായ ഖൽഗം തൂണീരമേവ ച, തൂണീരം ആവുന്നായി ക്വിവർ എല്ലാം എടുത്തു വേഗം പോവാൻ റെഡിയായി. അത് കണ്ടപ്പോൾ ഗന്ധും അഭ്യുദ്യതം വീക്ഷ്യ, ഇങ്ങനെ പോവാൻ തയ്യാറായത് കണ്ടപ്പോൾ രാമോ ലക്ഷ്മണം അബ്രവീത്, ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇനി 13 ഒരു ലൈനും 14, 15 ഒന്നിച്ച് വായിക്കാം. ന ഹന്തവ്യസ്ത്വയാ വത്സ സുഗ്രീവോ മേ പ്രിയ സഖ. 14 കിന്തു ഭീഷയ സുഗ്രീവം ബാലിവന്ന ഹനിഷ്യസേ ഇത്യുക്ത്വാ ശീഘ്രമാദായ സുഗ്രീവ പ്രതിഭാഷിതം ആഗത്യ പശ്ചാദ്യൽ കാര്യം തൽക്കരിഷ്യാമ്യസംശയം തഥേതി ലക്ഷ്മണോ ഗച്ഛത് ത്വരിതോ ഭീമവിക്രമ വത്സ മേ പ്രിയ സഖ സുഗ്രീവ. ഹേ വത്സ, എൻ്റെ ഇവർ സന്ധ്യയൊക്കെ ചെയ്തല്ലോ, അപ്പം മിത്രാണേ, അപ്പം എൻ്റെ ഒരു മിത്രമായിട്ടുള്ള സുഗ്രീവൻ ത്വയാന്ന ഹന്തവ്യ, നിന്നാൽ വധിക്കപ്പെടരുത്. കൊല്ലുകയാണെങ്കിൽ നിൻ്റെ കൈകൊണ്ടല്ല അവൻ മരിക്കേണ്ടത്, സുഗ്രീവൻ. നീ കൊല്ലാൻ പോവല്ലേ, നിൻ്റെ കൈകൊണ്ടല്ല. കിന്തു ബാലിവത്ന ഹനീഷ്യസേ ഇതി ഭീഷയ, എന്നാൽ ആദ്യം പോയിട്ട് ബാലിയെപ്പോലെ നിന്നെയും രാമൻ വധിക്കുന്നെന്ന് പോയി പറഞ്ഞ് പേടിപ്പിച്ചു വരൂ. ഇതി ഉക്ത എന്ന് പറഞ്ഞിട്ട് സുഗ്രീവ പ്രതിഭാഷിതമാതായ സുഗ്രീവൻ്റെ മറുപടിയെ സ്വീകരിച്ച് ആഗമിച്ചിട്ട് പശ്ചാൽ കാര്യം, പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് തീർച്ചയാക്കാം. നീ പോയി പറഞ്ഞു വരൂ, ഇതാ പ്രതിജ്ഞ നിറവേറ്റില്ലെങ്കിൽ ബാലിയുടെ വിധി എന്നെ നിനക്കും വരും എന്ന് പറഞ്ഞൊന്ന് പേടിപ്പെടുത്തുക. അപ്പം സുഗ്രീവൻ എന്താ പറയണതെന്ന് കേട്ട് അതെന്നോട് പറയൂ, എന്നിട്ട് വരൂ. സുഗ്രീവൻ എന്താ അതിന് മറുപടി പറയണമെന്ന് കേട്ട് ആ മറുപടിയോടുകൂടി എൻ്റെ അടുത്തേക്ക് വരൂ. പിന്നെ നമുക്ക് പശ്ചാൽ കാര്യം, പിന്നെ എന്താ ചെയ്യണത്, തൽ കരിഷ്യാമി അസംശയം, എന്നിട്ട് പിന്നെ കൊല്ലുകയാണ് വേണ്ട വെച്ചാൽ നമുക്ക് കൊല്ലാം, ചെയ്യാം. തഥാ ഇതി, അങ്ങനെയെന്ന് ഭീമവിക്രമ ലക്ഷ്മണൻ, പരാക്രമിയായിട്ടുള്ള ലക്ഷ്മണൻ ശരി പറഞ്ഞു. ത്വരിത അഗച്ഛത്, വേഗം പോയി. മലയാളം പോലെയാ അല്ലേ? അപ്പോൾ സുഗ്രീവൻ ലക്ഷ്മണനോട് ഭഗവാൻ പറഞ്ഞു, ഹേ അനുജ, നീയെ എൻ്റെ പ്രിയ സഖിയാണല്ലോ സുഗ്രീവൻ, അങ്ങനെയാണല്ലോ ഞങ്ങൾ സന്ധ്യയൊക്കെ ചെയ്തത്.
അവനെ നിൻ്റെ കൈ കൊണ്ട് അവൻ വധിക്കപ്പെടരുത്. ബാലിയെപ്പോലെ മരിക്കാൻ ഇടവരുമെന്ന് പറഞ്ഞൊന്ന് പേടിപ്പിക്കൂ. അത് പറയുമ്പോൾ സുഗ്രീവൻ എന്താ പറയണമെന്ന് നമുക്ക് അറിയാം. അത് ആ സുഗ്രീവൻ എന്താ മറുപടിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. ശരി പറഞ്ഞു. ലക്ഷ്മണൻ കേട്ടു. ഇപ്പോൾ കൊല്ലുന്നില്ല, ഞാൻ സുഗ്രീവനോട് എന്നെ പേടിപ്പെടുത്തിയിട്ട് സുഗ്രീവൻ എന്താ പറയണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ അപ്പം തന്നെ പോയി സുഗ്രീവൻ്റെ അടുത്തേക്ക്. ന ഹന്തവ്യസ്ത്വയാ വത്സ സുഗ്രീവോ മേ പ്രിയ സഖ കിന്തു ഭീഷയ സുഗ്രീവം ബാലി വന്ന ഹനിഷ്യസേ. ബാലിയെപ്പോലെ വധിക്കപ്പെടുന്നു പറയാനേ. ഇത്യുക്ത്വാ ശീഘ്രമാദായ സുഗ്രീവ പ്രതിഭാഷിതം. സുഗ്രീവൻ്റെ മറുപടിയും കൊണ്ട് വേഗം തിരിച്ചു വരൂ. പ്രതിഭാഷിതം വെച്ചാൽ മറുപടിയാണ്. ആഗത്യ പശ്ചാദ്യ കാര്യം തത്കരിഷ്യാമ്യ സംശയം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിച്ച് ചെയ്യാം. തഥേതി ലക്ഷ്മണോ അഗച്ഛത്. ശരി പറഞ്ഞ് ലക്ഷ്മണൻ അഗച്ഛത് പോയി. ത്വരിതോ ഭീമവിക്രമ. ഭീമപരാക്രമിയായിട്ടുള്ള ലക്ഷ്മണൻ അപ്പം തന്നെ പോയി. ഇനി 16, 17, 18, 19, 20, 21, 22 ഒന്നിച്ചാണ്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നിർത്താറാവോ നിശ്ചയം. കിഷ്കിന്ധാം പ്രതികോപേന നിർദഹന്നിവ വാനരാൻ സർവജ്ഞോ നിത്യലക്ഷ്മീകോ വിജ്ഞാനാത്മാഭിരാഘവ സീതാ മനുഷുചോചാർത്തഃ പ്രാകൃതാമിവ ബുദ്ധ്യാദിസാക്ഷിണസ്തസ്യ മായാകാര്യാദിവർത്തിന രാഗാദിരഹിതസ്യാസ്യ തത്കാര്യം കഥമുദ്ഭവേത് ബ്രഹ്മണോക്തമൃതം കർത്തും രാജ്ഞോ ദശരഥസ്യ ഹി. തപസഫലദാനായ ജാതോ മാനുഷവേഷധൃക് മായയാ മോഹിതാ സർവേ ജനാ അജ്ഞാനസംയുതാഃ കഥമേഷാം ഭവേന്മോക്ഷ ഇതി വിഷ്ണുർവിചിന്തയൻ കഥാം പ്രഥയിതും ലോകേ സർവലോക അമലാപഹം രാമായണാഭിധാം രാമോ ഭൂത്വാ മാനുഷചേഷ്ടക ക്രോധം മോഹം ച കാമം ച വ്യവഹാരാർത്ഥസിദ്ധയേ തത്തൽക്കാലോചിതം ഗൃണ്ണൻ മോഹയത്യവശാഃ പ്രജാഃ അനുരക്ത ഇവാശേഷ ഗുണേഷു ഗുണവർജിതഃ. എന്താ പറഞ്ഞാൽ വാനരാൻ കോപേന നിർദഹൻ ഇവ. വാനരന്മാരെ കോപം കൊണ്ട് ദഹിപ്പിക്കുന്നവനോ എന്ന് തോന്നുമാർ അത്ര ദേഷ്യം. കിഷ്കിന്താം പ്രതി അഗച്ഛത്. കിഷ്കിന്ധയിലെത്തി. ആര്? ലക്ഷ്മണനെ കണ്ടാൽ വാനന്മാരെ ഇപ്പം കോപാഗ്നി കൊണ്ട് കൊല്ലും തോന്നും. അത്ര കോപത്തോടു കൂടി അവിടെ എത്തി. സർവജ്ഞ, എല്ലാം അറിയുന്നവനും, നിത്യലക്ഷ്മിക, ലക്ഷ്മിയോട് എപ്പോഴും കൂടിയിരിക്കുന്നവനും, നിത്യലക്ഷ്മിയാണല്ലോ. വിജ്ഞാനാത്മാ അപി രാഘവ, വിജ്ഞാനസ്വരൂപനുമായിരുന്നിട്ടും രാമൻ ആർത്ത പ്രാകൃതന്മാരായിട്ടുള്ള സാധാരണ ആളുകളെ പോലെ സീതയെക്കുറിച്ച് ദുഃഖിക്കുന്ന പോലെ സീതാം അനുശോച, സീതയെ അനുശോചിച്ചു, സീതയെക്കുറിച്ച് ദുഃഖിച്ചു. അതായത് എന്താ പറഞ്ഞപ്പോൾ ഇതിൽ പറഞ്ഞാൽ, അതായത് എപ്പോഴും ലക്ഷ്മി സമാധനായിട്ടുള്ള വിഷ്ണുവാണ് അങ്ങ്. എങ്കിൽ പോലും ആ വിഷ്ണുവിൻ്റെ അവതാരമാണ്. എങ്കിൽ പോലും മനുഷ്യനായിട്ട് അവതരിച്ചതുകൊണ്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ സീതയായിട്ടുള്ള വിരഹ ദുഃഖം അനുഭവിച്ചു, അല്ലെങ്കിൽ അത്ര ദുഃഖിച്ചു. ബുദ്ധ്യാദി സാക്ഷിണ, നമ്മുടെ എല്ലാറ്റിൻ്റെയും സാക്ഷിയായും, അതായത് ബുദ്ധിയുടെയും കൂടി സാക്ഷി, അല്ലെങ്കിൽ മനസ്സിൻ്റെയും കൂടി സാക്ഷി, രാഗാതിരഹിതസ്യ, രാഗവും ദ്വേഷവും ഒന്നും ഇല്ലാത്തവനും അല്ലേ, അതിനൊക്കെ അതീതനല്ലേ ഭഗവാൻ. പിന്നെയോ മായാകാര്യാദിവർത്തിനഃ, മായാതീതനും, രാഗാതിരഹിതസ്യ, രാഗാദികളിൽ അതീതനും, തസ്യ അവന്, തത്കാര്യം മായാകാര്യം കഥം ഉദ്ഭവേത്, വെറുതെ നടിക്കുകയാണ്. ഭഗവാൻ മായാതീതനാണ്, രാഗദ്വേഷാതീതനാണ്. എങ്ങനെയാണ് ഭഗവാനെ ബാധിക്കുക? അതൊക്കെ ബ്രഹ്മണാവുക്തം, ബ്രഹ്മനാമനാൽ പറയപ്പെട്ടതിനെ ഹൃതം കർത്തും, സത്യമാക്കുവാനായിക്കൊണ്ടും, അതായത് മനുഷ്യനായിട്ട് അവതരിക്കണം എന്ന് പറഞ്ഞുല്ലോ, എന്നാലല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദശരഥസ്യ രാജ്ഞ, ദശരഥ രാജാവിൻ്റെ തപസഹ ഫലദാനായ, തപസ്സിൻ്റെ ഫലം കൊടുപ്പാനായിട്ടും, മാനുഷവേഷധൃക് ജാത, മാനുഷവേഷത്തിൽ ജനിച്ച, മോഹിതാഹ അജ്ഞാനസംയുതാഹ, മായയാൽ മോഹിക്കപ്പെട്ടവരും അജ്ഞാനികളുമായ സർവേ ജന, എല്ലാ ജനങ്ങളും, യേഷാം കഥം മോക്ഷം ഭവേത്, ഇവർക്ക് എങ്ങനെ മോക്ഷം ഭവിക്കും? ശ്രീരാമനെ
പ്രാർത്ഥിച്ചിട്ടേ അതിനു വേണ്ടിയിട്ടാണ് അവതാരം എടുത്തതേ. ഇത് വിചിന്തയൻ വിഷ്ണു എന്ന് വിചിന്തനം ചെയ്ത വിഷ്ണു സർവലോക മലാപഹാം രാമായണാഭിതാം കഥാം, ഈ സർവലോകത്തിൻ്റെയും പാപത്തിനെ നശിപ്പിക്കുന്ന രാമായണം എന്ന കഥയെ ലോകെ പ്രഥയിത്യ, ലോകത്തിൽ പ്രസിദ്ധമാക്കുവാനായിക്കൊണ്ട് മാനുഷവേഷധൃക് രാമ ഭൂത്വ, അതിനാണ് മാനുഷവേഷം ധരിച്ചത്. രാമനായി അവതരിച്ചിട്ട് വ്യവഹാരാർത്ഥസിദ്ധയെ, വ്യവഹാരവും അർത്ഥവും സിദ്ധിപ്പാനായിക്കൊണ്ട് തത്തത്കാലോചിതം, അതാതവസരത്തിന് ഉചിതമായിട്ടുള്ള ക്രോധം മോഹം ച കാമം ച ഗൃണ്ണൻ, ക്രോധവും മോഹവും കാമമൊക്കെ ഉള്ളവനായി നടിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ സ്വീകരിച്ച് ഗുണവർജിത, ഗുണരഹിതനാണെങ്കിലും അശേഷ ഗുണേഷു, എല്ലാ ഗുണങ്ങളിലും ഉള്ളവനെ പോലെ അനുരക്ത ഇവ, അനുരക്തൻ എന്ന പോലെ അവശാഹ പ്രജാ മോഹയതി, അവശകളായ പ്രജകളെ മോഹിപ്പിക്കുന്നു. ആർക്കും അറിയില്ല അപ്പോൾ ശ്രീരാമൻ മഹാവിഷ്ണു ആണെന്ന്. ഇപ്പം എന്താ പറയണ വെച്ചാൽ സകല വാനന്മാരെയും ദഹിപ്പിക്കാൻ ഒരുങ്ങി വന്ന പോലെ അത്ര കോപാഗ്നിനെ ദഹിപ്പിക്കാൻ തക്കവണ്ണമുള്ള കോപത്തോടൊരു ലക്ഷ്മൺ കിഷ്കിന്ധയിലെത്തി. ഇത് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞു. ആ കിഷ്കിന്ധയിലേക്ക് എത്തി, എന്താണ് സുഗ്രീവനെ ഭയപ്പെടുത്താനായിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ എന്താ പറയുക, ശിവഭഗവാനെ ഈ എല്ലാവർക്കും നമുക്കൊക്കെ ഭഗവാൻ വെറും മനുഷ്യനാണെന്ന് തോന്നരുത് എന്ന് വിചാരിച്ചിട്ട് ഈ കഥ വായിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കഥ പറയാണല്ലോ ശിവൻ, പാർവതീദേവിയും ഒരു വെറും മനുഷ്യനാണ്, സാധാരണ പ്രാകൃത മനുഷ്യനാണ് ശ്രീരാമൻ എന്ന് വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എന്നോർത്തിട്ട് ആ രാമൻ്റെ മനുഷ്യനാട്യത്തിനെ പറയാണ് മനുഷ്യനൊന്നുമല്ല എന്ന് പറയാണ്. ആരോട്? ഈ സുഗ്രീവനെ ഭയപ്പെടുത്താൻ കിഷ്കിന്ധയിൽ എത്തി, കോപാഗ്നി കൊണ്ട് ജ്വലിക്കുന്ന ലക്ഷ്മൺ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ശിവഭഗവാൻ ശ്രീപാർവതിയോട് പറയുകയാണ്, ഇത് സാധാരണ മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. എല്ലാം അറിയുന്ന രാമന് സീത മരിക്കുക ജീവിക്കുക അങ്ങനെയൊന്നുമില്ല. ഏത് ദിക്കിലാണ് സീത ഇരിക്കണമെന്ന് അറിയാണ്ടിരിക്കുമോ? അതിനെപ്പറ്റി ആലോചിച്ച് വ്യസനിക്കേണ്ട കാരണമുണ്ടോ? എല്ലാം അറിയണ ആളാണ്, എല്ലാവരുടെയും സാക്ഷി മാത്രമാണ്. രാമൻ സർവജ്ഞനല്ലേ. ഒരു കാലത്തും വേർപിരിയാതെ ഇരിക്കണ ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ടുള്ള ലക്ഷ്മി സമേതനാണ് ഈ രാമൻ. സീത ലക്ഷ്മിയുടെ അവതാരമാണല്ലോ, ഒരിക്കലും സീത പിരിഞ്ഞു പോവില്ല. സീത ലക്ഷ്മിയുടെ അവതാരമാണ്. ശ്രീരാമൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി സഹിതനാണ് വിഷ്ണു എപ്പോഴും. അപ്പോൾ ഈ വേർപിരിയാതിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയോട് കൂടിയ രാമൻ, സീത ആണെങ്കിൽ ലക്ഷ്മിയുടെ അവതാരമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രാകൃതനായിട്ടുള്ളൊരു പുരുഷൻ അവൻ്റെ ഭാര്യയോട് ചേരുകയും പിരിയുകയും ചെയ്യണ പോലെ ഈ സീതാവിയോഗം കൊണ്ട് രാമൻ ദുഃഖിക്കുമോ? ഇല്ല. എന്നാൽ എന്താ കാരണം? അതിന് ദുഃഖം കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, രാമൻ ലക്ഷ്മി സമേതനല്ലാഞ്ഞിട്ടല്ല. അതായത് നിത്യജ്ഞാനാനന്ദ സ്വരൂപനാണ് രാമൻ. ദുഃഖിതനായിട്ട് സീതയെക്കുറിച്ച് വ്യസനിക്കുക എന്നാൽ എന്താ കാരണം ഇങ്ങനെ കാണിക്കാൻ വെച്ചാൽ, ആ രാമൻ്റെ സത്യസ്വരൂപം ഇങ്ങനെ മനുഷ്യൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ, മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതിൻ്റെ ഒക്കെ സാക്ഷിയാണ് ഭഗവാൻ, അല്ലേ? എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചിത്തത്തിൻ്റെ അന്ധകരണത്തിൻ്റെയും കൂടി സാക്ഷിയാണ്. മായയെ അതിക്രമിച്ചവനാണ്, ഗുണാതീതനാണ്, സത്വാദി ഗുണം അതീതനാണ്. അത് കാര്യം മായാകാര്യമായിട്ടുള്ള രാഗദ്വേഷങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് പിന്നെ മായയിലുള്ള ഈ ദുഃഖം രാമൻ അനുഭവിക്കണത്? അതുകൊണ്ട് രാമനൊരു സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അതായത് പാർവതി അടക്കം പാർവതിയോട് പറയാണ്, രാമൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. മനുഷ്യനായി അവതരിച്ചു. രാവണനെ വധിക്കണമെന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ ആ പ്രാർത്ഥന സഫലമാക്കാനും ദശരഥ രാജാവ് പൂർവ്വജന്മത്തെ ചെയ്ത തപസ്സിൻ്റെ ഫലം നൽകാനും വേണ്ടിയിട്ട് ഭഗവാൻ മാനുഷവേഷം ധരിച്ചതാണ്. പിന്നെ ഈ സർവ്വജീവജാലങ്ങളെയും കുറിച്ച് ഭഗവാന് എന്തൊന്നില്ലാത്ത കാരുണ്യമുണ്ട്. അതും അവതാരത്തിന് കാരണമാണ്. അതായത് നമ്മളൊക്കെ മായയിൽ കിടന്ന് വലഞ്ഞ് സകല ജനങ്ങളും
സ്വസ്വരൂപത്തിനെ, ആത്മസ്വരൂപത്തിനെ അറിയാതെ നമ്മൾ ദേഹാഭിമാനം കൊണ്ട് സങ്കടം അനുഭവിക്കുന്നു. ഈ മായാസമ്പത്തിൽ നിന്ന് നമ്മളെയൊക്കെ എങ്ങനെ രക്ഷിക്കും? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് ഭഗവാൻ ഈ കീർത്തനങ്ങളും പിന്നെ കീർത്തന ശ്രവണാദികളൊക്കെ ചെയ്യണം. ജനങ്ങളുടെ മനസ്സിനെ ശുദ്ധാക്കാൻ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ രാമായണം എന്ന് പേരായ കഥയെ ലോകത്തിൽ പ്രസിദ്ധമാക്കിയിട്ട് അതെല്ലാവരും കീർത്തനം ചെയ്യും, ശ്രവണം ചെയ്യുകയും ചെയ്തിട്ട് അവരുടെ പാപം നശിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാമൻ അവതരിച്ചത്. ലോകത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനും അവസാനം മോക്ഷം ലഭിക്കാനും ഒക്കെ വേണമല്ലോ. ജീവിക്കുമ്പോൾ ആവശ്യങ്ങളൊക്കെ നടക്കണം, പിന്നെ മോക്ഷം ലഭിക്കണം. അപ്പോൾ ക്രോധം, മോഹം, കാമം ഇതിനൊക്കെ ഭഗവാനും അഭിനയിച്ച് കാണിച്ചിട്ട് ഗുണാതീതനായിട്ടുള്ള ഈ ഭഗവാൻ ഗുണങ്ങളിലൊക്കെ ആസക്തിയുള്ളവനാണെന്ന് നടിച്ചുകൊണ്ട് ഭഗവൻ മാഹാത്മ്യത്തെ അറിവാൻ സാധാരണ ശക്തിയില്ലാത്ത സാധാരണ ജനങ്ങളെ മോഹിപ്പിക്കുകയാണ്. അല്ലാതെ പരമാർത്ഥത്തിൽ കാമക്രോധാദി ഒരു ബാധകളോ അജ്ഞാനോ ഭഗവാനെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ധരിക്കണേ ശ്രീപാർവതി എന്ന് പറയാണ്. സുഗ്രീവൻ അവിടെ എത്തിയതിന് ശേഷം നമ്മളോടും പറയാണ്, മനുഷ്യഭാവത്തിലാണെങ്കിലും ഇത് മഹാവിഷ്ണു തന്നെയാണ്. നമ്മൾ മായയിൽപ്പെട്ട നമ്മളത് മനുഷ്യനാണെന്ന് ധരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും മനുഷ്യനല്ല. സീതാവിരഹം ഒരിക്കലും അനുഭവിക്കണില്ല. ലക്ഷ്മി സമേതനാണ് എല്ലാ സമയവും. പക്ഷേ ലോക നന്മയ്ക്കായിട്ട്, അതായത് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന സഫലമാക്കാനും മനുഷ്യനായി അവതരിച്ചാലേ കൊല്ലാൻ പറ്റൂ പറഞ്ഞുവല്ലോ വരം, അത് സഫലമാക്കാനും ദശരഥൻ്റെ തപസ്സിന് ഫലം കൊടുക്കാനും നമ്മളോടൊക്കെയുള്ള കാരുണ്യം കൊണ്ടുമാണ് ഇങ്ങനെ അവതരിച്ചിട്ട് രാമായണ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ ഔത്സുക്യമുള്ള എല്ലാവർക്കും പുണ്യം നശിച്ച് മോക്ഷം കിട്ടാനും കൂടിയാണ് ഇങ്ങനെ അവതരിച്ചത്. അല്ലാതെ അജ്ഞാനോ പിന്നെ കാമക്രോധാദി വൃത്തിബാധകളോ ഒന്നും ഭഗവാനെ ഒരിക്കലും ബാധിക്കുകയോ സ്പർശിക്കുക പോലും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് നിർത്താട്ടോ. 19 തൊട്ട്. കിഷ്കിന്ധാം പ്രതികോപേന നിർദഹന്യവ വാനരാൻ സർവജ്ഞോ നിത്യലക്ഷ്മീകോ വിജ്ഞാനാത്മാഭിരാഘവ. അതാണ് വ്യത്യാസം അധ്യാത്മരാമായണവും വ്യാസൻ്റെ രാമായണവും, വാൽമീകി രാമായണവും വ്യാസൻ്റെ രാമായണവും. അങ്ങനെ വാൽമീകി അങ്ങനെ എവിടെയും അത്ര സ്പഷ്ടമായിട്ട് പിന്നെ മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. പക്ഷേ എപ്പോഴും വിഷ്ണുവാണെന്ന് അങ്ങനെ പറയണില്ല. ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യനായിട്ട് തന്നെയാണ് മിക്ക സ്ഥലങ്ങളിലും ഭഗവാനെ ചിത്രീകരിച്ചിരിക്കണ വാൽമീകി രാമായണത്തിലെ. പക്ഷെ ശരിക്കല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിക്ക സമയത്തും ഒരു മനുഷ്യനായിട്ടാണ്. പക്ഷേ വ്യാസ ഭഗവാൻ പിന്നെ ശരിക്കും മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ എടുത്തിട്ട് അങ്ങ് എല്ലാ ദിക്കിലും ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ സാധാരണ പ്രാകൃതന്മാരെ പോലെ ദുഃഖിക്കൊന്നുമില്ലയെന്ന്. കിഷ്കിന്ധാം പ്രതികോപേന നിർദഹന്യവ വാനരാൻ സർവജ്ഞോ നിത്യലക്ഷ്മീകോ വിജ്ഞാനാത്മാഭിരാഘവ സീതാ മനുഷ്യോചാർത്തഃ പ്രാകൃതാമിവ ബുദ്ധ്യാദി സാക്ഷിണസ്തസ്യ. അതായത് നമ്മളെ അന്ധകരണത്തിൻ്റെയും കൂടി സാക്ഷിയാണ്. മായാകാര്യാദിവർത്തിനഃ, മായാതീതനാണ്. രാഗാതിരഹിതസ്യാസ്യ, രാഗദ്വേഷങ്ങൾക്ക് അതീതനാണ്. തത്കാര്യം കഥമുദ്ഭവേത് ബ്രഹ്മണോക്തമൃതം കൃത്തും, ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന സഫലമാക്കാനും രാജ്ഞോ ദശരഥസ്യ ഹി തപസ ഫലദാനായ, ദശരഥൻ്റെ തപസ്സിന് ഫലം നൽകാനും ജാതോ മാനുഷവേഷ ദൃക്, മനുഷ്യനായി ജനിച്ചു. മായയാമോഹിതാഹ സർവേ ജന, മായാമോഹിതരായ ജനങ്ങൾക്ക് അജ്ഞാന സംയുതം, നമ്മൾ അജ്ഞാനത്തെ കിടക്കല്ലേ, അജ്ഞാന സംയുതാഹ കഥമേഷാം ഭവേൻ മോക്ഷ ഇതി വിഷ്ണുർ വിചിന്തയൻ. മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാൻ ഇവർക്ക് ഈ കഥ കൊടുക്കാം, അത് കേട്ടാൽ പുണ്യാണല്ലോ, അത് മാത്രമേ വേണ്ടൂ, കഥ പറയുകയും കേൾക്കുകയും വേണ്ടു വെച്ചിട്ടാണ് ഈ കഥയ്ക്കൊരു കാരണം ഉണ്ടാക്കിയതാണ്. കഥാം പ്രഥയിതും ലോകേ സർവലോകമലാപഹം, എല്ലാ പാപങ്ങളെയും ദൂരീകരിക്കും ഈ കഥ കേൾക്കണതൊക്കെ. അതുകൊണ്ടാണ് രാമായണാഭിതാം രാമോ ഭൂത്വ മാനുഷചേഷ്ടക ക്രോധം മോഹം ച കാമം ച വ്യവഹാരാർത്ഥസിദ്ധയെ. എന്നിട്ട് കാമവും ക്രോധവും മോഹവും ഒക്കെ ഉള്ളതായിട്ട് അഭിനയിച്ചു. അതിനൊക്കെ അതീതനാണെങ്കിലും
തത്തൽ കാലോചിതം ഗൃണ്ണൻ മോഹയത്യവശാഹ പ്രജാഹ അനുരക്ത ഇവാശേഷ ഗുണേഷു ഗുണവർജിത. അവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.